ഹലോ ഗസ് രാവിലെ തന്നെ പല്ലേപ്പും കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് ലിപ്സ്റ്റിക് കേട്ടോ അത് ഇട്ടത്. എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കണമെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടും കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കല്ലേ പോയത്, നേരെ അടക്കളയിലോട്ടോ വന്നത്. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ മുഴുവനും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ ഓർക്കും അപ്പം തന്നെ കഴുകി വെക്കാമെന്ന്, പക്ഷെ നടക്കില്ല കേട്ടോ ആ കാര്യം. ചായപാത്രമൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര കറയായിരിക്കും കേട്ടോ. ഒരുപാട് നേരിട്ട് ഉരച്ചാലും കേട്ടോ കുറച്ച് കറകളൊക്കെ പോവുള്ളൂ. എത്രയൊക്കെ കഴുകി വെച്ചാലും ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കും കേട്ടോ പാത്രത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടോയെന്ന്. എന്തോ എനിക്ക് മാത്രമുള്ളൊരു സുഖേടാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. ഇതാ നല്ലോണമൊക്കെ പാത്രങ്ങൾ ഒരുപാട് ഇട്ട് ഉരക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനും പോയി ഓടി തന്നെ വാങ്ങിച്ചിട്ടോ. ഇന്ന് ചാളയാണ് കിട്ടിയത് ഉച്ചക്കത്തേക്കുള്ള കറിക്കായിട്ടോ. അല്ലെങ്കിൽ മീൻകാരൻ പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തെണ്ടേണ്ടി വരും കേട്ടോ. തിണ്ണപ്പുറമൊക്കെ ഞാൻ തുടക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ പണികളൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. എല്ലാ പാത്രങ്ങളും ഇപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീണ്ടും വലിച്ചിടുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഒരു കാര്യത്തിന് എന്തെങ്കിലും പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പാത്രവും വലിച്ചിടും കേട്ടോ. ഇതേ തിണ്ണപ്പുറമൊക്കെ നല്ല മേനൊക്കെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉൾവിളി, വിശപ്പിൻ്റെ ഉൾവിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നല്ലോണം ക്ലീൻ ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചവറ് കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേഗം തന്നെ ഒന്ന് കത്തിക്കാമെന്ന് ഓർത്തു. കുറച്ച് ദിവസമായി ഞാൻ കൂട്ടിയിട്ടിട്ട് മടി കാരണം ഞാൻ കത്തിക്കാറിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വേഗം ചവറൊക്കെ കത്തിക്കാന്നുള്ളൊരു ഏർപ്പാടിലെത്തി. പിന്നെ തീപ്പെട്ടിൻ്റെ കൊള്ളിയാണെങ്കിൽ കത്തണമില്ല കേട്ടോ. ഇതാ ഒരു പേപ്പറിൽ വെച്ച് കുറച്ച് തുണിയും ഉണ്ടായിരുന്നു കേട്ടോ. തുണിയും കൂടെ ഇട്ടിട്ട് കത്തിക്കാൻ ഓർത്തു. അതൊക്കെ അവിടെ കത്തിക്കാനിട്ടിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്ത് വന്നു കേട്ടോ. ഇന്ന് അരിപ്പത്തിരിയാണ്. അരിപ്പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. അരിപ്പത്തിരിയും മുട്ടക്കറി എനിക്ക് കറിയിൽ മുട്ട ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വെറുതെ തിന്നു കേട്ടോ. ഇതാ കുറച്ച് ചാറെടുത്ത് അരിപ്പത്തിരി തിന്നാന്ന് ഓർത്ത് വന്നിരിക്കുക കേട്ടോ. പിന്നെ ചായ ഞാൻ രാവിലെ തന്നെ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് ഇനി കുറച്ച് പാലിരിക്കുന്നുണ്ടായിരുന്നു. ആ പാലും അരിപ്പത്തിരിയും കൂട്ടി തിന്നാന്ന് ഓർത്തു കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മുട്ടയില്ല കേട്ടോ, ചാറ് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ടേസ്റ്റ്